ഇന്ന് എന്റെ വീഡിയോ എത്ര ആളുകൾ മുഴുവൻ സമയവും ഇരുന്ന് കാണുമെന്ന് എനിക്കറിയില്ല. അധികം ആരും കാണാൻ സാധ്യതയില്ല. കാരണം ആനുകാലികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് ആരും അത് കാണാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് എത്ര ആളുകൾ ഇരുന്ന് കാണുമെന്ന് എനിക്കറിയില്ല എന്ന്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഇത് ഇരുന്ന് കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു വീഡിയോകളിലും ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അത് വീഡിയോ മുഴുവൻ കണ്ട് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാലിന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ അങ്ങ് ഡൽഹിയിൽ നീറ്റ് എക്സാമിന്റെ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ ഇതിഹാസിക സമരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കേന്ദ്ര ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വിസ്മയ മാത്രമല്ല, ടോവിനോ തോമസ് അടക്കമുള്ള പല സെലിബ്രിറ്റീസും അന്ന് ഇതിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതാണ്, ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ വിസ്മയ മോഹൻലാലിന്റെ പ്രതികരണം ഇത്തിരി സ്പെഷ്യലാണ് അല്ലേ? കാരണം ഇന്നേ വരെ ഒരു വിഷയത്തെയും കുറിച്ചും പ്രതികരിക്കാതിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു വിഷയത്തിൽ വിസ്മയ മോഹൻലാൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ മകളുടെ ആദ്യ പ്രതികരണം എന്നുള്ള രീതിയിൽ അത് വൻ രീതിയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈറലായതിന്റെ കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് വൻ വിമർശനങ്ങളും വിസ്മയക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ വിമർശനങ്ങൾക്കെല്ലാം ഒടുവിൽ കഴിഞ്ഞ ദിവസം രേഖാ മേനോനുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ വിസ്മയ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വിസ്മയക്ക് ഇനി പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. I want to ask a question. Recently, Maya കുറേ ഒരു social media backlash വന്നു. So, do you want to talk about it? Yeah, I stand by what I said. I believe we're a democracy and we should always be allowed to question and be heard. And that we should always have dialogue instead of force. And yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. So, very good. അതാണ് വിസ്മയക്ക് ഇരിക്കേണ്ട ഒരു കുതിരപ്പവൻ. വിസ്മയ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ചോദ്യം ചെയ്യാൻ അനുവദിക്കപ്പെടണമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ കേൾക്കുകയും വേണം. ഫോഴ്സ് ചെയ്യുന്നതിന് പകരം ചർച്ചകളാണ് നമ്മൾ നടത്തേണ്ടത്. രാഷ്ട്രീയം ഒരിക്കലും മാനവികതയ്ക്ക് മുകളിലാകരുത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നാളെ ഇതേ കാര്യം വീണ്ടും സംഭവിച്ചാലും എനിക്ക് ഇതേ തോന്നൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത്രയുമാണ് വിസ്മയ പറഞ്ഞത്. ഇതിനൊക്കെയാണ് അക്ഷരം തെറ്റാതെ നിലപാടെന്ന് വിളിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാഴ്ച മുമ്പ് ആദ്യമായി വിസ്മയ ഈ പ്രസ്താവന നടത്തിയപ്പോൾ വൻ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് വിസ്മയക്ക് നേരിടേണ്ടി വന്നത്. അത് പിന്നെ സ്വാഭാവികം. കേന്ദ്ര സർക്കാരിനെതിരെയല്ല സംസാരിച്ചത്. സംഘികളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ലാലേട്ടനെ പറയിപ്പിക്കാൻ ഒരു മോൾ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംഘികൾ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു മകൾ ഉണ്ടായതിൽ ലാലേട്ടൻ ദുഃഖിക്കുന്നുണ്ടാകും എന്ന് വരെ ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു തരത്തിൽ നോക്കുമ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സംഘികൾക്കൊന്നും ലാലേട്ടനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കൂട്ടത്തിലാണ് ലാലേട്ടന്റെ മോളും കൂടി സർക്കാരിനെ വിമർശിച്ച് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നിട്ട് പോലും തന്റെ നിലപാട് മയപ്പെടുത്താൻ വിസ്മയ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതാണ് പെൺകുട്ടി, ഇങ്ങനെ ആവണം പെൺകുട്ടി. മറ്റേ മേജർ രവി വിസ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിസ്മയക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ബോധ്യം വിവരം ഇല്ല എന്നാണ് സമരത്തെ പിന്തുണച്ചുകൊണ്ട് വിസ്മയ പ്രസ്താവന ഇറക്കിയതിനു ശേഷം വിസ്മയെ കുറിച്ച് മേജർ രവി പറഞ്ഞിരുന്നത്. അതൊക്കെ ഇവിടെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ മേജർ രവി അടക്കമുള്ള ആളുകൾക്കുള്ള മറുപടിയാണ് വിസ്മയ ഇപ്പം കൊടുത്തിരിക്കുന്നത്. നല്ല രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെയാണ് താൻ വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ചതെന്ന് വിസ്മയ ഉറപ്പിച്ച് പറയുന്നു. അല്ലെങ്കിൽ സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള വിസ്മയുടെ പോസ്റ്റ് വായിക്കുന്ന ആരും തന്നെ വിസ്മയക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ പറയുന്ന ആൾക്ക് ബോധവും വിവരവും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ശക്തവും വ്യക്തവുമായിട്ടുള്ള ഭാഷയിലായിരുന്നു വിസ്മയ എഴുതിയിരുന്നത്. ഇനി അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും അന്ന് വിസ്മയ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണെന്ന് അറിയോ? കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ വിസ്മയ നിലപാട് മാറ്റും, മയപ്പെടുത്തും എന്നൊക്കെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അത്രയും സൈബർ അറ്റാക്ക് അന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി പിടിപാടും പൊല്ലാപ്പും വേണ്ട എന്ന് വെച്ച് വിസ്മയ നിലപാട് മാറ്റി പറയുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും തെറ്റി. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഇഞ്ച് പോലും മാറ്റം ഇല്ല എന്ന് വിസ്മയ അങ്ങോട്ട് തീർത്ത് പറഞ്ഞു കളഞ്ഞു. വിസ്മയുടെ പുതിയ സിനിമ ആയിട്ടുള്ള തുടക്കം എന്ന് പറയുന്ന പടം 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ തിയേറ്ററിൽ റിലീസ് ആവും. ആ സിനിമയെ ബഹിഷ്കരിക്കണം, അത് ആരും കാണാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ സംഖ്യകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, സിനിമ സൂപ്പർ ഹിറ്റ് ആകും. കാരണം സംഖ്യകൾ ബഹിഷ്കരിച്ച സിനിമകളൊക്കെ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയ ചരിത്രമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായാലും നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിസ്മയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സമയത്ത് സംഖ്യകൾ അടക്കമുള്ള ആളുകൾ വിസ്മയക്കെതിരെ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണമുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ പിന്തുണയ്ക്കാനൊക്കെ നിനക്ക് സമയമുണ്ടല്ലോ, ഇവിടെ മൂക്കത്ത് കൺമുന്നിൽ ഒരു PSC സമരം നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ലേ എന്നുള്ള രീതിയിൽ പലരും വിസ്മയെയും ടോവിനോ തോമസിനെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അങ്ങനത്തെ 1-2 കമന്റുകൾ വായിച്ചാൽ. നിനക്ക് നിന്റെ മൂക്കിന് താഴെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? നീ ഏത് കൊമ്പത്തായാലും എന്താ ഇത് നീ പിന്തുടർന്ന്
പറഞ്ഞിട്ട് പോരെ, അതോ ഇവർ വിദ്യാർത്ഥികളല്ലാന്നുണ്ടോ? എന്താ PSC കേസിൽ ഒരു നിലപാടും നിനക്കില്ലാത്തത്? ഈ രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. വിസ്മയക്കെതിരെ മാത്രമല്ല ടോവിനോക്കെതിരെയും ഇത്തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട്. എന്തായാലും അതവിടെ കിടക്കട്ടെ. വിസ്മയക്കെതിരെയും ടോവിനോക്കെതിരെയും ഒക്കെ ഇത്തരത്തിൽ ആളുകൾ കമന്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇനി കേരളത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം. അതിനെക്കുറിച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണ അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരോ എന്തോ സമരം നടത്തുന്നുണ്ട് എന്നല്ലാതെ ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് എന്നുള്ളത് ഇവിടെ പലർക്കും അറിയില്ല. അപ്പൊ ആരാണ് സമരം നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. LPST റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. LPST എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്നാണ്. അതായത് LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. അവിടെ സമരം നടത്തുന്നത് PSC നടത്തിയ LPSC എക്സാമിൽ റാങ്ക് കിട്ടിയ ആളുകളാണ്. അതായത് സർക്കാർ അധ്യാപകരായി ജോലി നേടാൻ യോഗ്യതയുള്ള ആളുകൾ. പക്ഷേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും പലർക്കും ജോലിയില്ല. അതിനിടയിൽ പുതിയ എക്സാം വരാൻ പോവുകയാണ്. പുതിയ എക്സാം വന്നാൽ പഴയ ലിസ്റ്റ് തള്ളിപ്പോകും. അതോടെ കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറിയവരുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം ഇല്ലാതാകും. ആക്ച്വലി നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകർക്ക് വാക്കൻസി ഉണ്ട്, പക്ഷെ അത് PSCക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി PSC നിയമനങ്ങൾ നടത്തുകയുള്ളൂ. എന്നാൽ സർക്കാർ സ്കൂളുകളിൽ ഈ വാക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. PSC ഇത് റാങ്ക് ലിസ്റ്റിൽ വന്നവരെ ജോലിക്ക് എടുക്കാതെ പകുതി ശമ്പളം മാത്രം കൊടുത്ത് താൽക്കാലിക ജീവനക്കാരെ സർക്കാർ നിയമിക്കുകയാണ് എന്നുള്ളതാണ് ആക്ഷേപം. സോ സർക്കാർ മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ വാക്കൻസികൾ PSCക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. പിന്നെ സമരക്കാരുടെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നുള്ളതാണ്. അതുപോലെ നിലവിൽ കേരളത്തിൽ 30 വിദ്യാർത്ഥികൾക്ക് ഒരു ടീച്ചർ എന്ന അനുപാതമാണുള്ളത്. അത് മാറ്റിയിട്ട് 25 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാക്കണം എന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ ടീച്ചർമാർക്ക് ജോലി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് വിദ്യാർത്ഥി ടീച്ചർ അനുപാതത്തിൽ മാറ്റം വരുത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ മറ്റു ചില ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങളായിട്ട് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടിലെഴിഞ്ഞും മണ്ണ് തിന്നും നിരാഹാരം ഇരുന്നും ഒക്കെ ഇവർ ഇതിനിടയിൽ സമരം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും താങ്കളെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ എല്ലാവരും ഡൽഹി വരെ പോയി സമരത്തിൽ പങ്കെടുത്തു. പല സെലിബ്രിറ്റികളും ആ സമരത്തെ പിന്തുണച്ചു. എന്നാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഡൽഹി വരെ പോയവരൊന്നും താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ പരാതി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് താങ്കളുടെ സമരത്തെ പിന്തുണച്ചിരുന്നു എന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി തരാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു എന്നും. പക്ഷെ അധികാരത്തിൽ എത്തിയതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ താങ്കളെ മറന്നു കളഞ്ഞു എന്നൊക്കെയാണ് സമരക്കാർ പറയുന്നത്. നമുക്ക് എന്തായാലും സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം, ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ 11,000 വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം അവർക്കൊരു വിഷയമല്ല. ചോദിക്കട്ടെ, ഇവിടെ സമരം ചെയ്യുന്ന ആളുകള് നിങ്ങൾക്ക് വോട്ട് കുത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ അവരോട് പ്രതിബദ്ധതയില്ലേ? സാധാരണ ജനങ്ങളോട് നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ? പൈസ തരുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് വേണ്ടോ? ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഇവിടെ കിടക്കുന്നത്. ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിലെ ഒരു മാറ്റമില്ലാതെ ഇനി ഒരു കുട്ടിയും, ഈ പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്കും ജോലി എന്നുള്ള സ്വപ്നം കിട്ടില്ല. പറ്റുമെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾ ചെന്ന് കുടിയേറി പാർക്കുക. മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം CM-നെ കണ്ടതിന് ശേഷം, അദ്ദേഹത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഇതിൽ കൈക്കൊള്ളും എന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയത്. പ്രപ്പോസൽ വെക്കാൻ എന്തുകൊണ്ട് കാലതാമസം? 15 ദിവസം ഒരു പേപ്പറിന്റെ മൂവ്മെന്റ് പോലും നടത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന ഇപ്പോ അധികാരത്തിലുള്ള ഈ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഈ നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ സമരവേദിയിൽ എത്തുകയും ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ട് അവര് ഭരണത്തിലെത്തിയപ്പോ ഇങ്ങനെയുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ പറയുന്ന ഈ ലിസ്റ്റിലുള്ള 80% ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം തുടരും. ജീവിക്കണമെങ്കിൽ ജോലി വേണം. ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഞങ്ങൾ എന്ത് ജോലിക്ക് പോകാനാ? ഞങ്ങൾ ഇനി നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഈ സർക്കാർ ഇവിടെ നീതി തരാതെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്തർ മന്ദറിൽ പോയിട്ട് ആ പ്രക്ഷോഭത്തിന് നിങ്ങൾ പിന്താങ്ങിയത്? എന്ത് ന്യായത്തിന് വേണ്ടി, എന്ത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയി വിലപിച്ചത് എന്നുള്ള കാര്യം സ്വയം ചിന്തിച്ചു നോക്കുക. ഈ പറയുന്ന ഞങ്ങളുടെ ഈ കേരള ജനതയുടെ ഈ പൊതുസമൂഹത്തിന്റെ മറുപടി പറയേണ്ട സർക്കാർ തീർച്ചയായിട്ടും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഓക്കെ, അപ്പൊ VD സതീശൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഈ ടീച്ചർ കൂടുതൽ സമയം സംസാരിച്ചത്. ഡൽഹിയിൽ സമരത്തിന് പോയ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന ഞങ്ങളെ കണ്ടില്ല എന്നുള്ളവരുടെ ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആക്ച്വലി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഡൽഹിയിൽ സമരത്തിൽ കൊണ്ടുപോയതൊക്കെ കോമഡിയാണ്. ഏതോ നേതാവിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി എല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് സമരത്തിൽ പങ്കെടുപ്പിക്കുകയാണ് ചെയ്തത്. അതെന്തേലും ആവട്ടെ. എന്തായാലും പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കേരള സർക്കാർ നൽകണമെന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി ഇവർ മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് കണ്ടപ്പോഴുള്ള അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടതിന് ശേഷം സി എമ്മിന്റെ നിലപാട് അറിയാനായിട്ട് സി എമ്മിനെ കാണുകയുണ്ടായി. അദ്ദേഹമായിട്ട് ഒരു 3 മിനിറ്റ് നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും പറ്റി. ഗവൺമെന്റിന്റെ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. 2 മാസം അവർക്ക് സമയം വേണം ഇത് പഠിക്കാൻ എന്നുള്ള നിലപാടാണ്. അപ്പൊ നമ്മളിത് 2 മാസമല്ല, 1 വർഷവും ഏകദേശം 3 മാസവും പിന്നിടുന്നു ഈ ലിസ്റ്റ് വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷമായിരിക്കെ ഈ കാര്യങ്ങളിൽ ഇടപെടുമെന്നുള്ള ഉറപ്പ് നൽകുകയും നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ തന്നെ ഇവർ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അവർ ഭരണത്തിലെത്തിയപ്പോൾ അതെല്ലാം മറന്നുപോയി. ഇപ്പൊ അത് പുതിയ ഗവൺമെന്റ് ആയി. ഇനി അതിൽ തീരുമാനമെടുക്കണമെങ്കിൽ ഇവര് ഗവൺമെന്റ് വന്നത് മുതൽ ആ ദിവസം മുതൽ ഇവരിലെ നമ്മുടെ പ്രശ്നങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. അതിനൊരു ചർച്ച ആവശ്യപ്പെട്ടു. ആ ചർച്ച ചെയ്യാനോ മറ്റു കാര്യങ്ങൾ കേൾക്കാനോ വിസമ്മതിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സമരത്തിലേക്ക് എത്തിപ്പെട്ടു. തന്നെ ഈ ജോലി എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ വോട്ട് ചെയ്താണ് ഇത്രയും ഈ പറയുന്ന മന്ത്രിമാരെ നമ്മൾ ഈ അധികാരത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ ജനങ്ങളുടെ വിഷമവും അതുപോലെ അവരുടെ അഭ്യർത്ഥനയും കൈക്കൊള്ളാനും അതിന് വേണ്ട നടപടി സ്വീകരിക്കാനുമാണ് അവരെ നമ്മൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവര് നമ്മുടെ യജമാനന്മാരല്ല. എക്സാക്ട്ലി ഇത് പറയുകയാണെങ്കിൽ നമ്മളെ സെർവ് ചെയ്യാൻ ഇരിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഇന്ന് സി എം പറഞ്ഞതുപോലെ പഴയ സി എം ആണെങ്കിൽ നിങ്ങൾ ഈ 2 മിനിറ്റ് ഇവിടെ കേട്ടിരിക്കുവോ, നിങ്ങൾ ഇതിനകത്ത് കാണാനുള്ള ഒരു സമ്മതം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായി സംവദിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ തിരിച്ച് നമ്മളും ഓർമ്മിപ്പെടുത്തേണ്ട ഒരു കാര്യം, നിങ്ങളെ അവര് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ചൂസ് ചെയ്തത്, നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത്. നിങ്ങളെ അധികാരത്തിൽ നിങ്ങൾ സ്വയം കയറിപ്പോയതല്ല. നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത് ഞങ്ങളാണെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അവിടെ ഭരിക്കുന്നതെങ്കിൽ ഞങ്ങളെ കേൾക്കുക തന്നെ വേണം, ഞങ്ങൾക്ക് നീതി കിട്ടുക തന്നെ വേണം. ഞങ്ങളുടെ അവകാശം ജോലിയാണെങ്കിൽ അത് തരാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു കാര്യം ആ ഗവൺമെന്റിനെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് സി എമ്മുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ, അല്ലാതെ എഴുതി തരാനൊന്നും കഴിയില്ല. എഴുതി തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയാണത്. അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യൂ. എന്നെ പ്രഷർ ചെയ്യരുത്, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള മറുപടിയാണ് സീമന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന സത്യമാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തത് വളരെ മോശമായെന്നേ പറയാൻ കഴിയും. ഈ ടീച്ചർമാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ നടക്കുന്ന സമരങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു വാഗ്ദാനം കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റുക, അതാണ് ബേസിക് മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യാം, നിങ്ങൾ സമരം നിർത്തി പോയിക്കോളെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ ഒരു ഉറപ്പാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ഒരു ഉറപ്പ് നിങ്ങൾ അവർക്ക് കൊടുക്കുക തന്നെ വേണം. ജോലി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ PSC എക്സാം നടത്തുന്നത്? എന്തിനാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്? എന്തിനാണ് മനുഷ്യന്മാർക്ക് ആശ കൊടുത്ത് പിന്നീട് നിരാശയിലേക്ക് തള്ളിവിടുന്നത്? ഓരോ പരീക്ഷകൾക്ക് പിറകിലും എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ? LP-ST എക്സാമിൽ റാങ്ക് നേടിയ ആളുകൾക്ക് പോലും ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ റാങ്കിൽ 9ാം റാങ്ക് നേടിയ ദേവിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പോലും ബ്രാപ്പകലില്ലാതെ സമരം ചെയ്യേണ്ട അവസ്ഥയാണ്. ദേവികയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് വളരെയധികം സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ടീച്ചറെ, ഞാൻ ടീച്ചറിന്റെ വീഡിയോ പണ്ട് കണ്ടിട്ടില്ലായിരുന്നു, 9ാം റാങ്ക് കിട്ടിയിട്ട് വൈറലായിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ തണുത്ത് വിറച്ച് ഈ മഴയത്ത് നിന്നിട്ട് സമരം ചെയ്യുമ്പോ എന്ത് പറയുന്നു? റീല് ഒരുപാട് പേര് അത് സമരത്തിന് വന്നപ്പോ മുതൽ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ 9ാം റാങ്ക് എന്ന് പറഞ്ഞിട്ട് റീൽ ഇറങ്ങിയ ആളല്ലേ, ഇത് തന്നെയാണ് വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയുള്ള അവസ്ഥ. എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കണം, 9ാം റാങ്ക് അല്ലേ, ഇതുവരെയും ജോലിക്ക് കയറിയില്ലേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലത്ത് ഇറങ്ങാതെ, ഒരു ബന്ധുക്കളുടെ അടുത്തോ ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നാലോ അറ്റൻഡ് ചെയ്യാതെ ഒരുപാട് പേര് പരാതിയായിട്ടും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരിടത്ത് വിളിച്ചാലും വരത്തില്ല. അങ്ങനെ ഇരുന്ന് പഠിച്ചതാണ്. കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 8 മാസമാണ് സമയം കിട്ടിയത്. ഇയർ ഗ്യാപ്പ് വന്നിട്ടില്ല. ഇയർ ഗ്യാപ്പ് വന്നത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. എന്നാ 9ാം റാങ്ക് ഉണ്ട്. എല്ലാരും പറഞ്ഞു ആദ്യ വർഷം തന്നെ റാങ്ക് ഉള്ളത് കൊണ്ട് കയറാൻ പറ്റും. പക്ഷെ ഈ അവസ്ഥ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ സമരം ചെയ്യേണ്ടി വരും. ഈ രാത്രിയിൽ നമ്മൾ കുടുംബത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. ആ സമയം നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് ഈ സമരം വിളിച്ച് മഴ നനഞ്ഞ് പനി പിടിച്ച്
ഈ തണുത്ത് വിറച്ച് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇനി ഒരു PSC ഉദ്യോഗാർത്ഥിക്കും വരരുത്. വർഷങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും വന്ന് ഇവിടെ ഇങ്ങനെ പലരും കരഞ്ഞിട്ട് പോകുന്ന വീഡിയോസ് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വിചാരിച്ചില്ല എനിക്കിങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം. ഒരാൾക്കും എന്തിനാണ് ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നത്? പിൻവാതിൽ നിയമനവും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രശ്നങ്ങളും വാല്യുവേഷനിലുള്ള മിസ്റ്റേക്സും എന്തിനാണ് ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു എല്ലാരും മനുഷ്യരല്ലേ, നമുക്കും കുടുംബവും എല്ലാം ഉള്ളതാണ്. അതെല്ലാം ഉപേക്ഷിച്ച് വന്ന് ഈ തെരുവിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ കാണാൻ പറ്റാത്ത എന്താണ്, നമ്മുടെ വിഷമം അറിയാൻ പറ്റാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓരോ യങ്സ്റ്റേഴ്സ്, നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. അവരെല്ലാവരും ഇതിനു വേണ്ടി പ്രതിഷേധിക്കണം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓരോ DLED BEd വിദ്യാർത്ഥികള് ഇതിനു വേണ്ടി നിങ്ങൾക്കും ഇനി ഇതുപോലെ വന്ന് തെരുവിൽ കിടക്കേണ്ട അവസ്ഥ വരണോ? വേണ്ട, നമുക്കിനി വയ്യ. ഇനി ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് നല്ല ജോലി, നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യേണ്ട ടൈം നമുക്ക് കിട്ടണം. നമുക്കത് വേണം. ഇനി എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് അറിയില്ല ഞങ്ങക്ക്. അതെ, എന്താ പറയാ, കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് മേടിച്ചിട്ടും ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് കേവലം LPST എക്സാമിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. PSC നടത്തുന്ന പല പരീക്ഷകളിലും ഇതേ അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ വിചാരിക്കും PSCയിൽ യാതൊരു കള്ളക്കളിയും നടക്കുന്നില്ല, പക്ഷെ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. നല്ല അഴിമതി ഇവിടെ നടക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് പിൻവാതിൽ നിയമനം നടത്തി. അതായത് അർഹരായിട്ടുള്ള ആളുകളെ പുറത്താക്കിയിട്ട് രാഷ്ട്രീയക്കാരുടെ സ്വന്തക്കാരെ ജോലിക്ക് കയറ്റി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വന്തക്കാർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കും, ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് മാർക്ക് കൂടുതൽ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയാണ് ഇപ്പോൾ ഉള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം LPSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടിയുള്ള സമരം മാത്രമായി കാണേണ്ട, ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലൊക്കെ കണ്ടപ്പോലുള്ള ഒരു ബഹുജന സമരമായി ഇതിനെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക തന്നെ വേണം. കാരണം ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പേര് പരീക്ഷ എഴുതി, അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ തന്റെ പേര് കണ്ട് മതിമറന്ന് സന്തോഷിച്ചു. ഇന്നോ നാളെയോ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയ ഒരു കൂട്ടം മനുഷ്യന്മാർ ഇന്ന് വെയിലും മഴയും വക വെക്കാതെ വീടിന്റെ സുരക്ഷിതത്വം പോലും ഇല്ലാതെ തെരുവിൽ ഇരുന്ന് സമരം ചെയ്യുകയാണ്. അവരെ കേൾക്കണം, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ LDF സർക്കാരിന്റെ സമയത്ത് ഇവര് സമരം ചെയ്തപ്പോൾ ഇവരെ പിന്തുണച്ചിരുന്ന UDF-കാർ തന്നെയാണ് ഇന്ന് ഇവരെ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവരെ സമരം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞു പരത്തുന്നത്. സർക്കാരിന് കുറച്ചുകൂടെ സമയം കൊടുക്കുന്നൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കാനും വിരുന്ന് സൽക്കാരത്തിനും ഒക്കെ പങ്കെടുക്കാൻ സമയമുണ്ട്. പക്ഷേ ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സമയമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? PSCയിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്നത് UDF-കാരാണ്. അങ്ങനെയെങ്കിൽ PSCയിൽ നടക്കുന്ന അഴിമതികളെല്ലാം തുടച്ചു നീക്കി അടിമുടി മാറ്റം വരുത്തുക എന്നുള്ളത് ഈ സർക്കാരിന്റെ പ്രഥമ പരിഗണനയിൽ വരേണ്ട കാര്യമല്ലേ? ടീച്ചർമാരുടെ വാക്കൻസി ഉള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് PSCക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണം. അത്രമാത്രം സർക്കാർ ചെയ്താൽ മതി, ബാക്കി നിയമനമൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. ഈ വാക്കൻസി ഉള്ള സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് ഇത്ര സമയം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ പല പല വിഷയങ്ങളിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് LDF സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങൾ UDF സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. എന്നിട്ടിപ്പോ നിങ്ങൾ പഴയ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെല്ലാം ആവർത്തിക്കുകയാണെങ്കിൽ ജനം എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും സെലിബ്രിറ്റികളുടെ അടക്കം സപ്പോർട്ട് സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച പോലെ ഞങ്ങളുടെ സമരവും പിന്തുണയ്ക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. ഇനി ഇതിനിടയ്ക്ക് ഡൽഹി സമരത്തിൽ പങ്കെടുത്ത ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയ രഞ്ജിനി ഹരിത PSC സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും നൈസായിട്ട് ഏറി കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും രഞ്ജിനിയുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഡൽഹി കിടക്കുന്ന നീറ്റ് പ്രൊട്ടസ്റ്റിന് പ്രതികരിക്കാൻ ഇവിടുന്ന് വണ്ടിയും കയറിപ്പോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC പരീക്ഷയെ കുറിച്ച് ഒരു കേട്ട് നോക്കിയില്ല എന്ന് കുറെ രീതിയിൽ വ്യത്യസ്ത ഭാഷകളിൽ ഉള്ള കോമന്റ്സ് ഞാൻ കണ്ടു. എല്ലാ വർഷവും കുറെ ആൾക്കാരാണ് ഈ PSC പരീക്ഷ എഴുതുന്നത്, ഒരു ജോലി കിട്ടും, ഒരു ഗവൺമെന്റ് ജോലി കിട്ടും വിശ്വസിക്കുന്നത്. ഇത്രയും എഴുതിയ പരീക്ഷയിൽ ഇത്രയും റാങ്ക് ഹോൾഡേഴ്സ്, നമ്പർ 1 റാങ്ക് ആയുള്ള ആൾക്കാർ പോലും കുറെ ജില്ലകളിൽ ജോലി ഇല്ലാന്ന് കേൾക്കണം. പിന്നെ എന്തിനാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതുന്നത്? അതൊരു പ്രശ്നം. എന്റെ പൊന്നു രഞ്ജിനി, അങ്ങനെയല്ല. എന്തിനാണ് പരീക്ഷ എഴുതുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. PSCയും സർക്കാരും ചേർന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. എന്തിനാണ് പരീക്ഷ എഴുതുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും സ്വപ്നമാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകരും അവതാരികയും നടനും നടിയും ഒന്നും ആവാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതുന്നത്. സർക്കാർ നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസമാണ് ഇപ്പൊ ഇല്ലാതായത്. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ വർഷം ഡിസംബറിൽ ഇവർ അടുത്ത PSC എക്സാമിനേഷന്റെ കോൾ ഔട്ട് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർ ആ കോൾ ഔട്ട് ചെയ്താൽ, ആ പരീക്ഷയും നടത്തിയാൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ ഇനിയും കൂടത്തേ ഉള്ളൂ. ഈ ഒരു പ്രശ്നം കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയിൽ തന്നെ യുവജനതയ്ക്ക് ജോലികൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സിറ്റുവേഷൻ. ഇതൊരു സിംഗുലർ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. സ്റ്റുഡൻസ് അവിടെ നീറ്റ് പരീക്ഷ പേപ്പർ ലീക്ക് ആയി എന്ന് പറഞ്ഞ ഫൈറ്റ് അല്ല ഇത്. അവർ പറയുന്ന പറഞ്ഞാൽ PSC വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, വിച്ച് മേക്സ് സെൻസ്. 1.30 ഒരു ടീച്ചറിന് 30 സ്റ്റുഡൻസ് എന്ന റേഷ്യോയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് 1.25 റേഷ്യോ ആക്കിയാൽ കുറച്ചുകൂടി ടീച്ചേഴ്സിന് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ സ്റ്റുഡൻസേ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് 1.3 1.25 വ്യത്യാസം കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാർ നടത്തിയ പരീക്ഷ 10,000 ആ പരീക്ഷ എഴുതുന്നു, കുറച്ച് പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്നു, പക്ഷെ 1ാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് പരീക്ഷ നടത്തുന്നത് എന്നാണ് ചോദ്യം. PSC എന്ന പരിപാടിനെ അവസാനിപ്പിച്ചൂടെ? ഇങ്ങനെ ഇടയ്ക്കിടെ പരീക്ഷ നടത്തുന്നതിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഴയ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് അടുത്ത പരീക്ഷ വരെ നടത്താൻ നിൽക്കുന്നത്? എന്തായാലും ഇതെല്ലാം അന്വേഷിച്ച് ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ കേരളത്തിൽ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. സോ അതിനായിരിക്കും സർക്കാർ മുൻഗണന കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സമരക്കാരുടെ ആവശ്യങ്ങൾ കേട്ട് അതിനൊരു പരിഹാരം നൽകണമെന്നാണ് എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.